ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന ആരോപണം. ലോഹഭാഗം എടുത്തു മാറ്റാതെ യുവാവിന്റെ കാലിലെ മുറിവ് തുന്നിക്കെട്ടി. യുവാവ് ഒരാഴ്ചയോളം ആശുപത്രിയിൽ കയറിയിറങ്ങിയിട്ടും ലോഹഭാഗം നീക്കം ചെയ്തില്ല എന്നാണ് പരാതി നൽകിയിട്ടും വീഴ്ച സമ്മതിക്കാതെ ആശുപത്രി അധികൃതർ. തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ മുഹമ്മദ് ഹാജിയാണ് എന്നോടൊപ്പമുള്ളത്. 29-ാം തീയതിയാണ് ഇദ്ദേഹത്തിന്റെ കാല് കട്ടിംഗ് ബ്ലേഡ് കൊണ്ട് മുറിയുന്നത്. അതിനുശേഷം ചികിത്സ തേടിയാണ് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ജില്ലാ ആശുപത്രിയിൽ ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഞാൻ 29-ാം തീയതി കാലിൽ ഇതുപോലെ കട്ടിംഗ് വീല് കൊണ്ട് ഇതായിട്ട് ചെന്നതാണ്. അപ്പോൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തു, വെയിൻ കട്ടായിട്ടെന്ന് അറിയാൻ വേണ്ടി. വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ എക്സ്റേ കാണാത്തതുകൊണ്ട് അവർ സ്റ്റിച്ച് ഇട്ടുകൂടെ ചെയ്തു. 5 സ്റ്റിച്ചോളം ഉണ്ടായിരുന്നു. പിന്നീട് വീട്ടിലൊന്ന് റെസ്റ്റ് ചെയ്യും, ഒന്നരാടം വന്ന് റെസ്റ്റ് ചെയ്യാൻ അവർ ആവശ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് ഞാൻ പോയി. കാല് പഴുപ്പുണ്ടെന്ന് നല്ലപോലെ. അപ്പോൾ കാലെനിക്ക് അത്യാവശ്യം നിലത്തൂത്താൻ പറ്റില്ലായിരുന്നു, അവസ്ഥയിലായിരുന്നു. അതിനെ തുടർന്ന് കാണിച്ച് ഡോക്ടർ പറഞ്ഞു എല്ലാ ദിവസവും വന്ന് റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പഴുപ്പ് നല്ലപോലെ കളയണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് എല്ലാ ദിവസവും റെസ്റ്റ് ചെയ്യാൻ അവിടെ ജില്ലാ ആശുപത്രി ചെല്ലുകയും പിന്നീടും കാലിന് വേദന കുറയാത്തത് കൊണ്ട് ഡോക്ടർ എനിക്ക് സർജനെ സജസ്റ്റ് ചെയ്തു. സർജനെ കാണാൻ 2 തവണ സർജനെ കാണാൻ തന്നെ പോയി. 2ാമത്തെ തവണ സർജൻ സ്റ്റിച്ച് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടും എനിക്ക് കാലിലെ വേദന കുറയുന്നില്ല. എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ അത്യാവശ്യം പറ്റുന്നില്ല. അത്യാവശ്യം കിടക്കുക തന്നെ വേണം, ആ ഒരവസ്ഥയിലായിരുന്നു ഞാൻ. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ ഹെൽത്തിൽ, വീടിൻ്റെ അടുത്തുള്ള ഹെൽത്തിൽ ഡ്രസ് ചെയ്യാനായിട്ട് കാണിച്ചപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഹെൽത്തിൽ പോകുന്നു? PHC പോകുന്നു. PHC ഇടയ്ക്ക് പ്രാവശ്യം ഡ്രസ് ചെയ്യാൻ പോയായിരുന്നു. സ്റ്റിച്ച് റിമൂവ് ചെയ്തിട്ട് ഇന്നലെ വെള്ളിയാഴ്ചയാണ് ചെന്നത്. അതനുസരിച്ച് എത്ര ദിവസമായി? 2 ആഴ്ചയോളം കഴിഞ്ഞു. 29-ാം തീയതി കഴിഞ്ഞ് 11-ാം തീയതി 2 ആഴ്ചയോളം അടുത്ത് കഴിഞ്ഞു, സമയം കഴിഞ്ഞായിരുന്നു. എന്നാൽ ചെന്നപ്പോൾ ഒരു ഡോക്ടർ ക്ലീൻ ചെയ്യാനിടയ്ക്ക് അതിൻ്റെ അകത്തുനിന്നൊരു മെറ്റൽ കഷ്ണം കണ്ടെത്തുകയും അത് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഞാനതിന് അപ്പോൾ തന്നെ ഞാൻ കാരിക്കോട് ജില്ലാ ആശുപത്രി എത്തുകയും സൂപ്രണ്ടിനെ സമീപിക്കുകയും അദ്ദേഹം ലീവായിരുന്നു. ഞാൻ ആർമോനെ കണ്ട് പരാതി സമർപ്പിക്കുകയും ചെയ്തത്. ഇതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഈ പരാതി കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായോ? ഇല്ല, ഇതുവരെ അവർ വിളിക്കുകയോ നമ്മൾ ബന്ധപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ അവരുടെ ഭാഗത്തുനിന്നൊരു സഹകരണം ഉണ്ടായിട്ടില്ല ഇതുവരെ. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ജില്ലാ ആശുപത്രിയുടെ ഭാഗത്ത്, അവിടുത്തെ ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ചികിത്സ തേടി ആദ്യം ചെന്നപ്പോൾ തന്നെ ആ മുറിവ് വൃത്തിയാക്കി പരിശോധിക്കുകയോ അല്ലെങ്കിൽ അത് കൃത്യമായി അതിൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഇത്തരം മെറ്റൽ കഷ്ണങ്ങളൊക്കെ ഇരിപ്പുണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് ഡ്രസ്സ് ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ കാര്യത്തിൽ വീഴ്ച വന്നു. ആ പിഴവ് കണ്ടെത്തിയതാകട്ടെ PHCയിലാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇദ്ദേഹം ഇടവെട്ടി സ്വദേശിയാണ്, തൊടുപുഴ ഇടവെട്ടി സ്വദേശിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുമുണ്ട്. തൊടുപുഴയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്. ഇപ്പോൾ ജെയിൻ നമ്മോടൊപ്പം തത്സമയമുണ്ട്. ജെയിൻ, ഈ കാര്യത്തിൽ എന്താണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? ഇതൊരു പിഴവല്ല എന്നുള്ളതാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അവരങ്ങനെ ഒരു വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അത്തരമൊരു വീഴ്ച ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സൂപ്രണ്ടുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് വീഴ്ച സംഭവിച്ചു എന്ന് സമ്മതിച്ചിട്ടില്ല. പക്ഷേ നമുക്കറിയാം ഈ കാര്യത്തിൽ കൃത്യമായിട്ടൊരു അലംഭാവം ചികിത്സയുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. കാരണം ഒരു മുറിവുമായിട്ട് എത്തുമ്പോൾ, പ്രത്യേകിച്ച് ലോകഭാഗം കൊണ്ടുള്ള മുറിവാണ്, കട്ടിംഗ് ബ്ലേഡ് കൊണ്ടുള്ള മുറിവാണ്. ആ ലോകഭാഗം അടർന്ന് അതിൻ്റെ അകത്ത് ഇരിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനയും ക്ലീനിങ്ങും ഒക്കെ നടത്തിയതിനു ശേഷം വേണം ഈ മുറിവ് വൃത്തിയായി തുന്നിക്കെട്ടാൻ. പക്ഷേ ആ കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ചെറുപ്പക്കാരൻ അവിടെ ചികിത്സിക്കാൻ പോകുന്നുണ്ട്. കാരണം ഈ ഡ്രസ്സ് എല്ലാ ദിവസവും ഈ മുറിവ് കഴുകി കെട്ടണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ദിവസവും വീണ്ടും അവിടെ പോകുന്നുണ്ട്. അപ്പോഴൊന്നും ഇത്തരത്തിൽ വീഴ്ച ഉണ്ടായതോ അല്ലെങ്കിൽ ഈ തുടർച്ചയായി മരുന്ന് വെച്ച് കെട്ടിയിട്ടും ഈ പഴുപ്പ് മാറാത്തത് എന്താണെന്ന് പരിശോധിക്കാൻ ഈ ഡോക്ടർമാരുടെ ഭാഗത്ത് തയ്യാറായില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് വീടിൻ്റെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചെല്ലുന്നത്. അവിടെ ചെന്ന് ഈ സ്റ്റിച്ച് വെട്ടി വീണ്ടും അതിൻ്റെ അകത്ത് പരിശോധിച്ചപ്പോഴാണ് ഒരു ചെറിയ ലോഹകഷ്ണം ആ മുറിവിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത്. ഈ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പോലുമല്ല ആ ചെറുപ്പക്കാരൻ ട്രീറ്റ്മെൻറ്റിന് പോയത്, തൊട്ടടുത്തുള്ള PHCയിലാണ്. അതോടൊപ്പം തന്നെ ഇത്രയും ദിവസവും വേദന സഹിച്ചത് ഒരു ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അയാളുടെ ജോലിക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധി ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഗൗരവത്തോടെ ആശുപത്രി സൂപ്രണ്ടോ അധികൃതരോ ഈ വിഷയം എടുത്തിട്ടില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ശരി, ജെയിനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.